ഹരി ഓം. എല്ലാവർക്കും വിനീതമായ പ്രണാമം. ആദ്യം തന്നെ ഇത്രയും ദിവസത്തെ നിങ്ങളുടെ സഹകരണത്തിനും ഭഗവത്ഗീതയ്ക്ക് നൽകുന്ന ശ്രദ്ധയ്ക്കും മഹത്വത്തിനും എൻ്റെ പ്രണാമം. നമ്മൾ ഇത്രയും ദിവസം 2-ാം അധ്യായത്തിലായിരുന്നു. ഇന്ന് നമ്മൾ ഈ 2-ാം അധ്യായത്തിൻ്റെ ഒരു കൺക്ലൂഷൻ കണ്ടതിന് ശേഷം 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. 3-ാം അധ്യായം നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങി വയ്ക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ നിങ്ങളുടെ ശ്രദ്ധയും സമർപ്പണവും ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കട്ടെ. സാംഖ്യയോഗം എന്ന 2-ാം അധ്യായത്തിലെ 72 ശ്ലോകങ്ങളെയും നമുക്ക് കഴിയാവുന്ന രീതിയിൽ നാം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് സാധിക്കുന്ന രീതിയിൽ നാം അതിനെ പഠിക്കുകയും ചെയ്തു. ഇനിയും നമ്മൾ നമ്മുടെ അറിവിലേക്കുള്ള യാത്ര, ഈ ഒരു യാത്രയിൽ നാം ഇനിയും പുരോഗമിക്കുവാൻ പോവുകയാണ്. ഇനിയും നമ്മൾ അറിവിലേക്കുള്ള നമ്മുടെ പ്രയാണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒന്നുകൂടി വിശാലമായ വിസ്തൃതമായ മേഖലകളിലേക്ക് 3-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുവാൻ ആരംഭിക്കുകയാണ്. 72 ശ്ലോകങ്ങളിലൂടെ നാം സാംഖ്യയോഗത്തെ മുഴുവൻ കാണുകയുണ്ടായി, അല്ലേ? സാംഖ്യയോഗം. യോഗമെന്നാൽ ഓർമ്മയുണ്ടോ? യോഗം എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണെന്ന്? യോജിപ്പിക്കുക, യുജ. സാംഖ്യയോഗം അല്ലെങ്കിൽ സാംഖ്യശാസ്ത്രം. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുമല്ലോ, സയൻസാണ്. ഒരു കാര്യം അത് ശാസ്ത്രമാവണമെങ്കിൽ അതൊരു വ്യക്തിയുടെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയ കാര്യം അയാൾ എടുത്തു പറയുന്നതല്ല. ഇത് അനേകം ശ്രദ്ധാപൂർവമുള്ള വർഷങ്ങളുടെ ഗവേഷണവും പരീക്ഷണങ്ങളിലൂടെയും ഒരു സത്യം നമുക്ക് തെളിയിക്കാൻ സാധിക്കുകയാണ്. എന്നാലല്ലേ അത് ശാസ്ത്രം, സയൻസ് ആവുള്ളൂ. നമ്മൾ ഇതുവരെ ഫിസിക്സിലും കെമിസ്ട്രിയിലും പഠിച്ച എല്ലാ നിയമങ്ങളും, എല്ലാ തിയറികളും അത് തെളിയിച്ച് കാണിച്ചിട്ടുണ്ട്. ഇതേപോലെയാണ് ഇവിടെ ഈ ഭഗവത്ഗീതയും. വളരെ അടുത്താണ് നിൽക്കുന്നത്. മെറ്റീരിയൽ സയൻസ് ആൻഡ് ദ സയൻസ് ഓഫ് ദ യോഗ, ദ സയൻസ് ഓഫ് നോളജ്. ഇനി ശാസ്ത്രലോകം പ്രവേശിക്കാൻ പോകുന്നത് ഈ ഗീതാശാസ്ത്രത്തിൻ്റെ വ്യാപ്തിയിലേക്കായിരിക്കും. കാരണം ഇത് രണ്ടും ഒരിക്കലും രണ്ടല്ല. നമുക്ക് ഇവിടെ പരീക്ഷിച്ച് അനുഭവിച്ച് തെളിയിച്ച് കാണിക്കാൻ സാധിക്കുന്നതാണ് ശാസ്ത്രം. ഇവിടെ ഭഗവത്ഗീതയിൽ നമ്മൾ ഇതേ ശാസ്ത്രത്തെ നമ്മുടെ വികാസത്തിനു വേണ്ടി, ആധ്യാത്മികവും മാനസികവുമായ ഈ വികാസത്തിനു വേണ്ടി ഈ അറിവിനെ നാം പ്രയോഗിക്കുന്നു. വീണ്ടും ഞാൻ നിങ്ങളോട് എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷം അറിയിക്കുകയാണ്. കാരണം ഇത് മനസ്സിലാക്കുക ഒരിക്കലും എളുപ്പമുള്ള കാര്യമേ അല്ല. ഈ ഓരോ വീഡിയോയും ക്ഷമയോടെ ഇരുന്ന് കാണാനും മനസ്സിലാക്കുവാനും നിങ്ങൾ നൽകുന്ന ശ്രദ്ധയ്ക്ക് മുമ്പിൽ എൻ്റെ പ്രണാമങ്ങൾ വീണ്ടും ഞാൻ അറിയിക്കുന്നു. ഒരു കാര്യവും കൂടി നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. നമ്മൾ ഇത്രയും ദിവസങ്ങൾ ഭഗവത്ഗീത മാത്രമായിരുന്നു പഠിക്കാൻ ശ്രമിച്ചത്. ഇനി നമ്മൾ ഒന്നുകൂടി ഭഗവത്ഗീതയോടൊപ്പം തന്നെ ശ്രീമദ് ഭാഗവത മഹാപുരാണത്തെ കൂടി പഠിക്കുവാനുള്ള ഒരു ശ്രമത്തിലേക്ക് പ്രവേശിക്കുവാൻ പോവുകയാണ്. ഇത് രണ്ടും, ഗീതയും ഭാഗവതവും, നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഇനി മുതൽ. കാരണം ഇത് രണ്ടും വളരെ റിലേറ്റഡാണ്. ഈ 18 അധ്യായങ്ങളുള്ള ഭഗവത്ഗീതയെ തന്നെയാണ് 18,000 ശ്ലോകങ്ങൾ അടങ്ങിയ ശ്രീമദ് ഭാഗവത മഹാപുരാണമായി വ്യാസമഹർഷി നമുക്ക് നൽകിയിരിക്കുന്നത്. ഇത് നമുക്ക് രണ്ടുപേർക്കും വളരെയധികം പ്രയോജനം ചെയ്യും, എനിക്കും അതുപോലെ തന്നെ നിങ്ങൾക്കും. കാരണം ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കുവാനുള്ള അവസരം നമുക്ക് ലഭിക്കുകയാണ്. അധികം വഴുകാതെ തന്നെ ഭാഗവതത്തിലേക്കും നമ്മുടെ യാത്ര നാം ആരംഭിക്കും. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കൂടി ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് അറിയിക്കൂ. വരൂ, ഇപ്പോൾ നമുക്ക് ഗീതയിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഓരോ അധ്യായത്തിൻ്റെ പേരൊന്ന് ശ്രദ്ധിക്കൂ. അർജുന വിഷാദയോഗം, സാംഖ്യയോഗം, കർമ്മയോഗം. ഓരോ അധ്യായത്തിൻ്റെയും അവസാനം യോഗം എന്നുള്ള വാക്ക് ഒരുപോലെ ഉപയോഗിച്ചിട്ടുണ്ട്, ഇല്ലേ? എന്താണ് എല്ലാ ഭാഗത്തും യോഗം എന്ന് ഉപയോഗിക്കാൻ കാരണം? യോഗം, യോജിപ്പിക്കുക. ആരെ എന്തിനോട് യോജിപ്പിക്കണം? നമ്മെ ഏതു കാര്യമാണോ ഓരോ അധ്യായത്തിലൂടെയും നമുക്ക് വേണ്ടി ഭഗവാൻ പറഞ്ഞു നൽകുന്നത്, ഈ ഒരു സത്യത്തോട് നമ്മെ യോജിപ്പിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് ഓരോ അധ്യായവും പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ അറിവിനെ സ്വീകരിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള മാനസികാവസ്ഥയെ രൂപപ്പെടുത്തിയിട്ട് വേണം ഈ ഗീതയെ സമീപിക്കുവാൻ.
നമ്മൾ 3-ാം അധ്യായത്തിൻ്റെ അഭിമുഖം ഇന്ന് കാണാമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ക്ഷമിക്കണം, ഇന്ന് സമയം അനുവദിക്കാത്തത് കൊണ്ട് നോക്കൂ, സമയം 5 മണി കഴിഞ്ഞിരിക്കുകയാണ്. ക്ഷേത്രം തുറക്കാനുള്ള സമയമായി. അതുകൊണ്ട് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കർമ്മയോഗത്തെക്കുറിച്ച് മനസ്സിലാക്കാം. എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങൾക്കെന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്നെ അറിയിക്കാനുണ്ടെങ്കിൽ കമൻ്റായി അറിയിക്കാൻ ഒരിക്കലും മടിക്കരുത്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഏവർക്കും വിനീതമായ പ്രണാമം. ഹരി ഓം.